जुदा है ये इस दीवाने की मौत भी ना जिसे रोक पाएगी। ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. സ്ലോ പേഴ്സിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനേക്കാൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അച്ഛനെ കിട്ടിയില്ല. ഇപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിച്ച് പറയുന്ന ഒരച്ഛനെ എനിക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയില്ല കൗശി. എന്നെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ എനിക്ക് കിട്ടിയില്ല. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യമില്ലാത്തവളാണ്. ഡോണ്ട് സേ ദാറ്റ് അഗൈൻ. ഇനി നീ ഒന്നും പറയണ്ട. എനിക്കറിയാം എല്ലാം. നീ എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചു, എന്തൊക്കെ വേദനകൾ അനുഭവിച്ചു, എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് നീ ഇനി ഒന്നും പറയണ്ട. പക്ഷെ നീ കരഞ്ഞു. നിന്റെ സങ്കടം തീരുന്നതുവരെ നീ കരഞ്ഞു. ഞാനിവിടെ ഉണ്ടാകും. താൻ ഇതുപോലെ എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമോ? അതെനിക്ക് ഉറപ്പു തരാൻ കഴിയില്ല മിത്ര. ഇപ്പം ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. ഈ ഒരു നിമിഷത്തെ എനിക്ക് ഉറപ്പു തരാൻ കഴിയും. കുറച്ചു നേരം ഒരു വലിയ നിശബ്ദത അവർക്കിടയിൽ അധികാരം സ്ഥാപിച്ചു. ആ നിശബ്ദതയെ ഭേദിക്കാൻ ഇരുവർക്കും ആയില്ല. പക്ഷെ കൗശികൻ എന്തൊക്കെയോ അവളോട് പറയണമെന്നുണ്ട്. എന്നാൽ നിശബ്ദതയുടെ വേലിക്കെട്ട് തകർത്തു വരാൻ അവനൊന്ന് മടിച്ചു. കുറച്ചു കഴിഞ്ഞ് കറണ്ട് വന്നതും മിത്ര അവിടെ നിന്ന് പോകാൻ തുനിഞ്ഞു. ഓക്കെ കൗശിക്, ഞാൻ റൂമിലോട്ട് പോവുക. ഉറക്കം വരുന്നു. അവനൊന്നും പറഞ്ഞില്ല. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. കൗശികൻ അവൾ പോകണമെന്ന് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എന്ത് പറഞ്ഞ് അവൾ അവിടെ ഇരുത്തണമെന്ന് അവനറിയില്ല. ബിക്കോസ് ഹീ ഈസ് കൺഫ്യൂസ്ഡ് ആൻഡ് ഹെസിസ്റ്റന്റ്. അവൾ അവൻ്റെ മുന്നിൽ ഇറക്കി വെച്ച അവളുടെ വേദനകളും വിഷമങ്ങളും ഇപ്പോൾ അവൻ്റെ ഹൃദയത്തിന് ഭാരം നൽകുന്നത് പോലെ അവന് തോന്നി. പിറ്റേ ദിവസം രാവിലെ തന്നെ സ്നേഹ പറഞ്ഞിരുന്നത് പോലെ അവിടേക്ക് വന്നു.
മിത്ര, ആർ യു റെഡി? ഇപ്പൊ തന്നെ പോവാണോ? ആ, പിന്നെ ഈ റൂമിൽ തന്നെ അടയുന്നത് മുട്ടൊരിക്കാൻ പോവാണോ? നീ വാ എന്നും പറഞ്ഞ് സ്നേഹ മിത്രയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. അവിടെ കൗശിയും അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി വീണ്ടും ഒരുമിച്ചൊരു ഔട്ടിങ്. അവരുടെ സ്കൂൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ കറങ്ങി നടന്നു. സൗഹൃദങ്ങൾ പങ്കുവച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ, പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാം, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. Oh my friend, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. Oh my friend, നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം. മിത്ര മതിമറന്ന് സന്തോഷിച്ച ഒരു ദിവസം. അവൾ ഇന്നലെ പറഞ്ഞതുപോലെ അവൾ ഒരുപാട് മിസ് ചെയ്ത ആ ഗോൾഡൻ ഡേയ്സ് കൗശി വീണ്ടും റീക്രിയേറ്റ് ചെയ്തതാണെന്ന് മിത്രയ്ക്ക് തോന്നി. ഇന്നത്തെ ദിവസത്തിൽ അവൾ അതിയായി സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് സന്തോഷം ജീവിതത്തിലേക്ക് വന്നാൽ അവൾക്ക് വല്ലാത്ത ഭയമാണ്. കാരണം ആ സന്തോഷത്തിൻ്റെ ഫലം കണ്ണീരായിരിക്കും. നീ എപ്പോഴാ കൗശി തിരികെ പോകുന്നേ? പോകണം. അച്ഛൻ്റെ ഹെൽത്ത് എങ്ങനെയാന്ന് നോക്കിയിട്ട്. എൻ്റെ ഹെൽത്ത് ഒന്നും നീ നോക്കണ്ട. ലീവ് എടുത്തല്ലേ ഇവിടെ നിൽക്കുന്നേ, വെറുതെ ജോലി കളയണ്ട, നീ പോകാൻ നോക്ക്. ഈ കുട്ടിക്കും പോകണ്ടേ? ഏതോ കമ്പനിയിലെ MD ആണെന്നല്ലേ പറഞ്ഞേ? ഇങ്ങനെ മാറി എന്നാൽ ബുദ്ധിമുട്ടാകില്ലേ? ഇല്ല അമ്മാവാ, അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, നിന്റെ ചെക്കൻ വിളിച്ചായിരുന്നോ പോയിട്ട്? ഏത് ചെക്കൻ? ആ, ഋത്തിക്കാണോ? വിളിക്കാറുണ്ട്. വീട്ടുകാർ കണ്ടുപിടിച്ചതാണോ അതോ കുട്ടി കണ്ടുപിടിച്ചതാണോ ആ ചെക്കനെ? രണ്ടുമല്ല, പുള്ളിക്കാരൻ കണ്ടുപിടിച്ചതാ എന്നെ. തോന്നി. എന്താ, കുട്ടിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ? പെട്ടെന്ന് കൗശിയൊന്ന് ഞെട്ടി. ഇതെന്ത് ചോദ്യമാണെന്നുള്ള അർത്ഥത്തിൽ അവൻ അച്ഛനെ നോക്കി. അതെന്താ അങ്കിൾ ഇപ്പൊ അങ്ങനെ തോന്നി? ഇതെങ്കിലും തോന്നിയില്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യഗണത്തിൽ പെട്ടതായിരിക്കില്ല. കാരണം കുട്ടി അയാളുടെ ഒപ്പം പോകാതെ ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. എനിക്കൊന്നേ പറയാനുള്ളൂ, ഉള്ളിലൊരാൾക്ക് ഇടം കൊടുത്തിട്ട് ശരീരം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അത്ര നല്ല ഏർപ്പാടൊന്നുമല്ല. അതൊരു തരം വഞ്ചനയാണ്. ആരോടുള്ള വഞ്ചന എന്നറിയാമോ? ഉള്ളിലിടം കൊടുത്ത ആളോടുള്ള വഞ്ചന. അച്ഛൻ അവളുടെ ഉള്ളിൽ പുകഞ്ഞു കിടന്ന കനലിലാണ് പെട്രോൾ ഒഴിച്ചു പോയതെന്ന് കൗശിക്ക് തിരിച്ചറിഞ്ഞു. താൻ ഇതെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ അവൾ കൗശിയെ നോക്കി. ഡിന്നർ കഴിഞ്ഞ് എന്നും കൗശി സിറ്റൗട്ടിൽ വന്നിരുന്നു. ഇന്നും അവളെ പ്രതീക്ഷിച്ചാണോ വന്നിരുന്നതെന്ന് ചോദിച്ചാൽ അവനില്ല എന്നേ പറയൂ. പക്ഷേ അവൻ വന്ന് കുറച്ചു കഴിഞ്ഞതും അവിടെ മിത്രയും വന്നു. അവൾ അവനോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. ഇന്ന് അനുവാദമൊന്നും ചോദിച്ചില്ല. നേരെ അവൻ്റെ അടുത്തേക്കാണ് അവൾ ചെന്നിരുന്നത്. ഇതാണോ തൻ്റെ ഫേവറേറ്റ് പ്ലേസ്
ഏയ് അങ്ങനെയൊന്നുമില്ല. ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് ഫേവറേറ്റ് പ്ലേസ് ആകും അല്ലേ? നീ എന്താ ഉറങ്ങാത്തത്? ഉറക്കം വന്നില്ല? എന്താ ഇന്നും അനാവശ്യ ചിന്തകൾ എന്തെങ്കിലും വന്നോ? ഏയ് ഇല്ല. ആക്ച്വലി താനിവിടെ കാണുമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ വന്നതാ. ആ, ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാൻ വന്നതാ. മനസ്സിലായി. അല്ലാതെ ഞാനിവിടെ വരും, അപ്പോൾ കുറച്ച് സമയം അവളോടൊപ്പം സ്പെൻഡ് ചെയ്ത് കളയാമെന്ന് താൻ വിചാരിക്കില്ല എന്ന് എനിക്കറിയാമല്ലോ. ഹൗ വാസ് യുവർ ഡേ? ഇഷ്ടപ്പെട്ടോ? ഇനി ഇഷ്ടപ്പെടാതിരിക്കൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് താനല്ലേ. താങ്ക് യു സോ മച്ച് കൗശി ഫോർ ദിസ് വണ്ടർഫുൾ മെമ്മറീസ്. സത്യത്തിൽ താൻ ഇന്നലെ നമ്മുടെ ആ പഴയ ദിവസങ്ങൾ റീക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരുതിയത് താൻ വെറുതെ ചോദിക്കുന്നു. എന്നാലും ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് ഭയന്നിട്ട് തന്നെയാണ്. കാരണം എനിക്ക് സന്തോഷിക്കാൻ ഭയമാണ്. ആ സന്തോഷത്തിന് പിന്നാലെ എന്തെങ്കിലും നഷ്ടമോ നിരാശയോ വന്നാലോ? അപ്പം നീ സന്തോഷത്തിനല്ല ഭയക്കുന്നേ, അതിനുശേഷം വന്നേക്കാവുന്ന നഷ്ടത്തിനെയാണ് അല്ലേ? എനിക്ക് അതിശയമായിരിക്കുന്നു മിത്ര, നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നേ? എന്താ ജീവിതത്തിലുടനീളം കഷ്ടങ്ങളും വേദനകളും നിരാശകളും കടന്നു നിനക്കാണോ ഇനി നഷ്ടങ്ങളെ ഭയം? ജീവിതത്തിൽ എന്തു വന്നാലും അതെല്ലാം നേടാനുള്ള ധൈര്യം നിനക്കിപ്പോൾ ഇല്ലേ? ഇല്ല. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. എനിക്കതിൽ അതിയായ ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാ പലപ്പോഴും ഞാൻ സ്വയം മറന്ന് പെരുമാറുന്നേ. എന്നോട് രവിയങ്കൾ പലതവണ പറഞ്ഞതാ, കൗശികനെ മറന്നേക്കുക, എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കുക എന്നൊക്കെ. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ഊണിലും ഉറക്കത്തിലും എന്തിനും സ്വപ്നങ്ങളിൽ പോലും താനാ വരാറ്. ഒരുപക്ഷെ തന്നെ ഞാൻ മറക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ മരിക്കണമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഈ ലോകത്ത് ഒരുപാട് സ്നേഹിച്ചവരെ ആരാ മറന്നിട്ടുള്ളത്? മറന്നതുപോലെ അഭിനയിക്കാനേ കഴിയൂ. മിത്ര, എനിക്ക് നീ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. നിന്നെ ഇനിയും ഞാൻ മനസ്സിലാക്കില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മനുഷ്യനായിരിക്കില്ല. പക്ഷേ ആ മനസ്സിലാക്കലിൽ പോലും എനിക്കൊരു ലിമിറ്റുണ്ട്. എന്തിൻ്റെ പേരിലാണെങ്കിലും നീ ഇപ്പോൾ ഋത്തിക്കിൻ്റെ പെണ്ണാണ്, ഞാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു സുഹൃത്തായിരിക്കെ നീ ആ സുഹൃത്തിൻ്റെ പെണ്ണാണെന്ന് അറിയേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയൂ? മിത്ര, നീ ഒരുപാട് നഷ്ടങ്ങളിലും വേദനകളിൽ നിന്നും കരകയറി വന്നവളാണ്. നിന്നെ വീണ്ടും നിരാശയിലേക്ക് തള്ളിവിടാൻ എനിക്ക് ആഗ്രഹമില്ല. ബട്ട് ഐ പ്രോമിസ് യു, ഋത്തിക് നിന്നെ പൊന്നുപോലെ നോക്കും. നിനക്ക് നഷ്ടമായ എല്ലാ സൗഭാഗ്യങ്ങളും അവൻ നിനക്ക് തരും. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് കൗശി. ഞാൻ കേട്ട് മടുത്തു. ആദ്യം രവിയങ്കൾ, പിന്നെ സ്നേഹ, ഇപ്പൊ താൻ. നിങ്ങൾക്കാർക്കും എന്താ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത്? ഞാൻ ചോദിക്കുന്നതൊന്നും നിങ്ങൾ തരാമെന്ന് പറയുന്നത് മറ്റൊന്നും. കൗശി, ഞാൻ ചോദിച്ചത് ഒരു ഗ്ലാസ് വെള്ളം, അതിനെന്നെ വലിച്ചുകൊണ്ട് നടുക്കടലിൽ നിർത്തിയിട്ടും ഇതാ ഇതിന് ചുറ്റും കാണുന്നത് വെള്ളമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ സെയിം ഫീലാണ് എനിക്കിപ്പോ. സത്യം പറ കൗശി, താൻ പറഞ്ഞില്ലേ എന്നെ മനസ്സിലാക്കാൻ തനിക്ക് ലിമിറ്റ് ഉണ്ടെന്ന്? ആ ലിമിറ്റിന്റെ പേര് ഋത്തിക് എന്നാണോ അതോ സ്നേഹ എന്നാണോ? തനിക്കിപ്പോഴും സ്നേഹ ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ലേ താൻ ആ ലിമിറ്റ് വയ്ക്കുന്നേ? പറ കൗശി, ഞാൻ ഇനി ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ല. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചത്. തനിക്കിപ്പോഴും അവളെ ഇഷ്ടമാണോ? യെസ്, എനിക്ക് അവളെ ഇഷ്ടമാണോ? ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് യു, യു ഷുഡ് ചൂസ് ഋത്തിക്. എനിക്ക് ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ കഴിയില്ല, നിന്നെയോ ഋത്തിക്കിനെയോ ആരെയും. നൗ യു അണ്ടർസ്റ്റാൻഡ് മീ. ആസ് എ ഫ്രണ്ട് ഞാൻ എപ്പോഴും ഋത്തിക്കിനെ വഞ്ചിക്കുകയാണ്, സത്യങ്ങൾ വിളിച്ച് പറയാതെ. കാരണം എനിക്കും പറ്റുന്നില്ല.
എങ്ങനെയാണ് എല്ലാ സത്യങ്ങളും അവനോട് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. ഞാനൊന്ന് മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? അതെന്താ നീ മനസ്സിലാക്കാത്തത്? നിന്റെയും ഋത്തിക്കിന്റെ ഇടയിൽപ്പെട്ട് ഞാൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നറിയോ? നീ ഒന്നും മനസ്സിലാക്കും മിത്ര. എനിക്കിപ്പോഴും നിന്നോട് ആ പഴയ വെറുപ്പൊന്നുമില്ല. എനിക്കിനിയും നിന്നെ വെറുക്കാനും കഴിയില്ല, എന്നാൽ സ്നേഹിക്കാനും. നിന്നെ സ്നേഹിക്കാൻ എനിക്കൊരു തടസ്സമുണ്ടെന്ന് കൂട്ടിക്കോ. ആ തടസ്സത്തിന്റെ പേര് സ്നേഹമെന്നോ വൃത്തിക്കെന്നോ എന്ത് പേര് വേണമെങ്കിലും നിനക്ക് കൊടുക്കാം. പക്ഷെ എനിക്ക് പറ്റില്ല, പറ്റുന്നില്ല. I'm sorry, Kaushi. I'm really sorry. താൻ ഇത്രയ്ക്ക് വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. തന്നെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത് ഞാനാണെങ്കിൽ കൂടി. ഇത്ര നാളും സെൽഫിഷായിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു. ബട്ട് നൗ ഐ ആം റിഗ്രറ്റിംഗ് ഫോർ ദാറ്റ്. തൻ്റെ കണ്ണ് നിറയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാരണം തൻ്റെ കണ്ണ് കലങ്ങിയാൽ അതിനർത്ഥം ഞാൻ തോറ്റു എന്നാ. ഐ ആം സോറി. അവൾ അവൻ്റെ കൈ അവളുടെ ഇരു കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, തന്നെ ഞാൻ മനസ്സിലാക്കും. തൻ്റെ വേദന മനസ്സിലാക്കുന്നു. താൻ അനുഭവിച്ച സ്ട്രെസ് എത്രത്തോളമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്ര നാൾ ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ കൗശി. പക്ഷെ താൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. തന്നെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും നേടുകയും വേണ്ട. താൻ സന്തോഷമായിട്ടിരിക്കണം. തനിക്ക് എന്ത് ചെയ്താലാണ് സന്തോഷം കിട്ടുന്നത് അത് ചെയ്യും. എന്നെക്കുറിച്ച് ആലോചിച്ച് താൻ ഇനി ഒരിക്കലും വിഷമിക്കരുത്. നീ എന്താ ചെയ്യാൻ പോകുന്നേ? നിന്റെ വാക്കുകൾ എനിക്ക് ആശങ്കയാ തരുന്നേ. പേടിക്കണ്ട, ഞാൻ താൻ വിചാരിക്കുന്ന പോലെ ഒന്നും ചെയ്യില്ല. ഞാൻ ജീവിക്കും. താൻ ഇനി എൻ്റെ ഒപ്പം ഇല്ലെങ്കിലും അകലെ എവിടെയെങ്കിലും എൻ്റെ കൺദൂരത്തുണ്ടെന്ന് ആശ്വസിച്ച് ഞാൻ ജീവിക്കും. അപ്പോൾ ഋത്തിക്, why do you always drag him here? തനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഋത്തിക്കിനെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന്? നാളെ ഒരുപക്ഷെ അയാൾ എന്നെ വിവാഹം ചെയ്ത് അയാളുടെ ഭാര്യയാക്കി അയാളുടെ കിടപ്പറയിൽ എനിക്ക് കീഴടങ്ങേണ്ടി വന്നാലും അപ്പോഴും താനും എൻ്റെ മനസ്സ് കാണും. ഋത്തിക്ക് എന്നെ ദേഹത്ത് ഓരോ തവണ തൊടുമ്പോഴും ഞാൻ തന്നെ മനസ്സിൽ വിചാരിക്കൂ, അങ്ങനെ ജീവിച്ചാൽ മതിയോ? തൻ്റെ ആഗ്രഹം അതല്ലേ? ഞാൻ ഋത്തിക്കിനെ വിവാഹം കഴിച്ച് അയാളുടെ ഒപ്പം ജീവിക്കുന്നത് കാണണം. വിവാഹം കഴിക്കാം, ജീവിക്കാം. പക്ഷെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? തൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സിലൊരാളെ ഇട്ടുകൊണ്ട് മറ്റൊരാൾക്ക് മുമ്പ് കിടക്ക പങ്കിടാൻ എനിക്ക് കഴിയില്ല കൗശി. അതിലും നല്ലത് മരണമാണ്. പറ, ഞാൻ മരിക്കണോ ജീവിക്കണോ? ആ ഒരു ചോദ്യം അവനെ വല്ലാതെ പിടിച്ചുലച്ചു കളഞ്ഞു. കാരണം ഏത് കാമുകനാണ് താൻ സ്നേഹിച്ച പെൺകുട്ടി മറ്റൊരാളുമായി കിടക്ക പങ്കിടുന്നതിനെ കുറിച്ച് ചിന്തിക്കുക? അവൻ ഇത്ര നാൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. കൗശയിൽ ഉറങ്ങിക്കിടന്ന കാമുകനെ അവൾ വിളിച്ചുണർത്തി ആ ഒരൊറ്റ വാക്കിലൂടെ. അവനിനി എന്തു പറയണം? നീ മറ്റൊരാളുമായി ശയിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല എന്ന് പറയണം? അറിയില്ല. ഇത്ര നാൾ അവൻ ഋത്തിക്കിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. ഇതുവരെയും അവൻ അവനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒരുപക്ഷെ നാളെ മിത്ര ഋക്കിയെ വിവാഹം കഴിച്ചാൽ താനിനി എന്ത് ചെയ്യുമെന്നുള്ള കാര്യം കൗശി ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. അന്ന്
തൻ്റെ മുന്നിൽ വച്ചല്ലെങ്കിലും തൻ്റെ സാന്നിധ്യത്തിൽ റിക്കി അവളെ ചുംബിച്ചപ്പോൾ പോലും അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുന്നിൽ വെച്ച് അവളെ അവൻ്റേതെന്നപോലെ തൊടുകയും തലോടുകയും ചെയ്യുന്നത് അവന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി റിക്കി അവളെ എന്നേക്കുമായി സ്വന്തമാക്കി കഴിഞ്ഞാൽ? കൗശിയുടെ വൈൽഡ് തോട്ട് അവനെ മറ്റെവിടേക്കോ കൊണ്ടുപോയി. എന്താ മറുപടി ഒന്നും പറയാത്തത്? ഞാൻ തന്നെ മനസ്സിലൊളിപ്പിച്ച് റിക്കിയുമായി ജീവിക്കണം, അതോ എൻ്റെ മനസ്സും ശരീരവും തൻ്റേത് മാത്രമാണെന്ന് കരുതി ജീവിക്കണം? അതിന് മറുപടി എന്നോണം പെട്ടെന്ന് അവൻ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. ഒരു നിമിഷം അത് സത്യമോ മിഥ്യയോ എന്നറിയാതെ അവളുടെ കണ്ണുകൾ വിടർന്നു. പിന്നെ അത് മെല്ലെ അടഞ്ഞു. സത്യമോ മിഥ്യയോ എന്നുള്ള ചോദ്യത്തിന് മറുപടി തിരയാതെ അവൾക്ക് കിട്ടിയ ആ നിമിഷത്തെ അവൾ ആസ്വദിച്ചു. അവളുടെ കണ്ണിലൂടെ ഒഴുകുന്ന സന്തോഷ കണ്ണീരിലൂടെ അവളുടെ വേദനകളും വിഷമങ്ങളും എല്ലാം ഒഴുകിപ്പോയി. എന്നാൽ കാലം ഇത്രയ്ക്കധികം സന്തോഷം നൽകില്ലല്ലോ. അവളുടെ ആ സന്തോഷത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് കൗശിയുടെ ഫോൺ റിങ് ചെയ്തു. ഒരു ഞെട്ടലൂടെയാണ് കൗശി അവളിൽ നിന്ന് പിൻവാങ്ങിയത്. താൻ എന്താണ് ചെയ്തതെന്നുള്ള തിരിച്ചറിവ് അവനെ ഒന്ന് വട്ടം ചുറ്റുന്നതിനോടൊപ്പം ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അവനൊരു പെരുപ്പാണ് അനുഭവപ്പെട്ടത്. റിക്കി. ഒരു വാണിംഗ് പോലെ അവന്റെ കോളാണ് ആ സമയത്ത് വന്നത്. സോറി മിത്ര എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ ആ കോളും അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോയി. പക്ഷെ മിത്രയ്ക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. മുമ്പെങ്ങും തോന്നാത്തൊരു പ്രസരിപ്പ് അവളുടെ മുഖത്തുണ്ടായി. ഇനി എന്താ അവൾക്ക് വേണ്ടത്? നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. കുറച്ചു സമയം കഴിഞ്ഞു കൗശിക് കോൾ കട്ട് ചെയ്തുകൊണ്ട് തിരികെ അവളുടെ അടുത്തേക്ക് വന്നു. നാളെ ഋത്തിക്ക് വരും നിന്നെ കൊണ്ടുപോകാൻ. അതും പറഞ്ഞിട്ട് അവന്റെ കണ്ണുകൾ നേരെ അവളുടെ ചുണ്ടുകളിലേക്കാണ് പോയത്. സോറി മിത്ര, എല്ലാം മറന്നേക്കും. അന്ന് രാത്രി കൗശിക്കിന് എത്ര ശ്രമിച്ചിട്ടും ഉറക്കമേ വന്നില്ല. അവന്റെ മനസ്സിൽ ആശങ്കകളായിരുന്നു. കാരണം അതുപോലൊരു ചോദ്യമാണ് ഇന്ന് മിത്ര അവനോട് ചോദിച്ചത്. ഫ്രണ്ടിന് വേണ്ടി അവന്റെ ഇഷ്ടത്തിനെ മറച്ചു വയ്ക്കണോ, അതോ അവന് വേണ്ടി ഫ്രണ്ടിന്റെ ഇഷ്ടത്തെ കണ്ടില്ല നടിക്കണം? പിറ്റേ ദിവസം അവൻ എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പുറത്ത് കാണാത്തത് കൊണ്ട് സ്നേഹ അവന്റെ റൂമിലേക്ക് വന്നു. ഹലോ. സൂര്യൻ വന്നു പുറത്ത് വന്ന് നല്ല പച്ച തെറി വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് നിനക്ക് എഴുന്നേക്കാൻ സമയമായില്ലേ? എത്ര മണിയായി? സമയം കുറേയായി, നീ എഴുന്നേക്ക്. ഇന്നെന്താ ഇത്ര ഉറക്കം? രാത്രി റബ്ബർ കൂട്ടാൻ പോയിരുന്നോ? പോടി. മിത്ര എവിടെയാ? അവൻ ഞങ്ങളുടെ വീട്ടില. അമ്മയുടെ കത്തിയും കേട്ട് നിൽക്കുക. എന്താ ഇപ്പം മിത്രയെ അന്വേഷിക്കാൻ ചോദിച്ചതാ? എന്തേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇന്ന് ഋത്തിക്ക് വരും അവളെ കൊണ്ടുപോകാൻ. അതിന്? ഏയ്, ഞാൻ പറഞ്ഞതാ. നിനക്ക് വിഷമമുണ്ടോ അവൾ പോകുന്നതിന്? ഇല്ല എന്ന് പറഞ്ഞ് നീ വിശ്വസിക്കൂ? മുമ്പാണേ വിശ്വസിച്ചനെ. കൗശി, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്താ നിന്റെ പ്രശ്നം?
പ്രശ്നം പുതിയതൊന്നുമില്ല, പഴയതൊക്കെ തന്നെയാണ്. പക്ഷേ കൗശി, എനിക്കറിയാം നീ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ മിത്ര, ഒരു സൈഡിൽ ഋത്തിക്, എല്ലാം കൊണ്ട് നീ കൺഫ്യൂഷൻ ആണെന്ന് എനിക്കറിയാം. ഇതല്ലാതെ നിനക്കിപ്പോൾ എന്താ പ്രശ്നം? ഞാൻ മിത്രയെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങിയെന്നൊരു സംശയം. ഞാനന്ന് പ്രാങ്ക് ചെയ്യരുതായിരുന്നു അല്ലേ സ്നേഹ? നീ അന്നേ പറഞ്ഞതാ ഇതൊന്നും വേണ്ട, നേരിട്ട് ചെന്ന് അവളോട് പറഞ്ഞേക്കുന്നു. എൻ്റെ പൊട്ട ബുദ്ധിക്ക അന്നങ്ങനെ തോന്നിയത്. അന്നേ ഞാൻ അവളോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇതൊന്നും ഉണ്ടായിരിക്കില്ല. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. വിഷമിക്കല്ലടാ, നടക്കേണ്ടതൊക്കെ നടന്നു, കഴിയേണ്ടതൊക്കെ കഴിഞ്ഞു. ഇപ്പം നിന്റെ മനസ്സ് എന്ത് പറയുന്നു? മിത്ര പോവണ്ട. അങ്ങനെ അവൾക്ക് പോവാതിരിക്കാൻ കഴിയൂ? ഞാൻ എന്താ ചെയ്യേണ്ടത് സ്നേഹം? എനിക്ക് അവളെ ഒന്ന് സ്നേഹിക്കാൻ പോലും കഴിയുന്നില്ല. നീ എന്ത് മണ്ടത്തരമായി പറയുന്നേ? എന്താ നിനക്ക് അവളെ സ്നേഹിക്കാൻ കഴിയാത്തത്? എന്താ നിനക്കതിന് തടസ്സം? കൗശി, നീ അവളോട് നിന്റെ ദേഷ്യം കാണിച്ചിട്ടുണ്ട്, നീരസം കാണിച്ചിട്ടുണ്ട്, വെറുപ്പ്, പുച്ഛം, ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതേ വികാരത്തിൽ ഉൾപ്പെടുന്ന സ്നേഹം പ്രകടിപ്പിക്കാൻ മാത്രമാണ് തടസ്സം. എനിക്കതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര നാൾ അവളുടെ പ്രവൃത്തികളെ നീ വെറുത്തിരുന്നു, അതുകൊണ്ട് നീ വെറുപ്പ് പ്രകടിപ്പിച്ചു. ഇപ്പൊ നീ അവളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിക്ക്, അതിനെന്താ ഇത്ര ആലോചിക്കാൻ? അപ്പോ റിക്കി, ഓഹോ റിക്കി റിക്കി. കൗശി, നീ എപ്പോഴും റിക്കിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന എന്താ? ദാ നോക്ക്, നാളെ റിക്കിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ അയാളുടെ മമ്മി ഉണ്ടാകും, പപ്പയുണ്ടാകും, മറ്റു റിലേറ്റീവ്സ് ഉണ്ടാകും, എന്താ ആദിശേഷ് വരെ ഉണ്ടാകും. പക്ഷെ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരാ ഉള്ളത്? നീ മാത്രമേ ഉള്ളൂ. അത് ഓർമ്മ വച്ചോ. നിനക്ക് ആകെ കൂടി ഉള്ളത് ഒരു അച്ഛനാ. അച്ഛനാണ് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തുമില്ല. സോ നിനക്ക് വേണ്ടി നീ തന്നെ സംസാരിക്കണം. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ ഇടയ്ക്കൊക്കെ നിന്നെക്കുറിച്ചും കൂടി ചിന്തിക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാം. റിക്കി ഇവിടെ നടക്കുന്ന സംഭവത്തിൽ ഒട്ടും ബോധേടല്ലാന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. ഒരുപക്ഷെ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ ഭാവിക്കുന്നതുമാകും. അല്ലാതെ നിനക്ക് തോന്നുന്നുണ്ടോ താൻ സ്നേഹിക്കുന്ന പെണ്ണെ ഇത്ര കണ്ട് ഇഗ്നോർ ചെയ്തിട്ടും അതൊന്നും നോട്ടീസ് ചെയ്യാതിരിക്കാനും മാത്രം മണ്ടനാണ് റിക്കിയെന്ന്? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നീ മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് വറിയാകാതെ നിന്നെക്കുറിച്ച് ചിന്തിക്കും. അവളെ സ്നേഹിക്കണം, കെയർ ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ നീ അത് ചെയ്യും. ഇത്ര നാളും നിന്റെ വെറുപ്പും ഇഗ്നോറൻസും അവൾ സഹിച്ചതല്ലേ? അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ കൂടി കൗശിക്ക് എപ്പോഴും കളഞ്ഞിട്ട് പോയാനെ. പക്ഷെ അവൾ അങ്ങനെ ചെയ്തില്ല. സോ അവൾ എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അത് കൊടുക്കും. താങ്ക്സ് സ്നേഹ. സത്യത്തിൽ നിന്നോട് സംസാരിക്കുമ്പോൾ മാത്രം എനിക്ക് വലിയ ആശ്വാസം. ഇപ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വ്യക്തത വരുന്നുണ്ട്. ജസ്റ്റ് ഗോ മാൻ. വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇപ്പം നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ചെയ്യും. തീർച്ചയായിട്ടും ഗുരുജി, എല്ലാം ഗുരുജി പറയുന്നത് പോലെ എന്ന് പറഞ്ഞ് കൗശി അവളെ ഹഗ് ചെയ്തു. നീ ഒന്നും ആലോചിച്ച് തലപ്പുണ്ണാക്കണ്ട. എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അവൾ അതും പറഞ്ഞ് നേരെ നോക്കിയത് മിത്രയുടെ മുഖത്തേക്കാണ്. അവൾ പെട്ടെന്ന് ആ ഹഗ്ഗിൽ നിന്നും പിന്മാറി. അപ്പോഴാണ് കൗശി അവളെ കണ്ടത്. റൂമിലേക്ക് വന്ന മിത്ര കാണുന്നത് അവർ തമ്മിൽ ഹഗ് ചെയ്തിരിക്കുന്നതാണ്. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കറിയില്ല. തൻ്റെ വരവ്
അവർക്ക് ബുദ്ധിമുട്ടായി കാണുമെന്ന് അവൾക്ക് തോന്നി. അതോടൊപ്പം മിത്ര അവളുടെ കയ്യിൽ കൗശിക്കിന് കൊടുക്കാനായി ഒരു പൂ കരുതിയിരുന്നു. സ്നേഹയുടെ വീട്ടിൽ നിന്ന് പറിച്ചതായിരിക്കും. അതവൾ അവൻ കാണാതെ ഹൈഡ് ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് അവൾ അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. വീണ്ടും അവർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉടലെടുത്തു.